ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കുള്ള അമേരിക്കയുടെ പിന്തുണ കുറയുന്നതായി സർവേ റിപ്പോർട്ട്. യുഎസിലെ മുതിർന്നവരിൽ 55% പേരും ഇസ്രായേലിന്റെ സൈനിക നടപടികളെ അംഗീകരിക്കുന്നില്ലെന്ന് മാർച്ച് 1 മുതൽ 20 വരെ നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നു. 4 മാസം മുൻപ് അമേരിക്കക്കാർ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് നൽകിയ പിന്തുണയുമായി താരതമ്യം ചെയ്യുമ്പോൾ 10% കുറവാണ് പുതിയ നിരക്ക്. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോൾസ്റ്റർ ഗാലപ്പാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മാർച്ചിൽ നടത്തിയ സർവേയിൽ ഇസ്രായേൽ പലസ്തീനു മേൽ നടത്തുന്ന സൈനികാക്രമണത്തെ പിന്തുണയ്ക്കുന്നവർ 50% ഇപ്പോൾ 36% കുറഞ്ഞിരിക്കുന്നു. 55% പേരാണ് ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് എതിർപ്പറിയിച്ച അമേരിക്കക്കാർ. അമേരിക്കയിലെ 3 പ്രധാന ഗ്രൂപ്പുകൾ നിലവിൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല. 9% പേർ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നും തങ്ങൾക്കില്ലെന്ന് സർവേയിൽ പ്രതികരിക്കുന്നുണ്ട്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആഹ്വാനം അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് നിരന്തരം ഉയർന്നിട്ടും ഇസ്രായേൽ ഗസയ്ക്കുമേൽ ബോംബാക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് ഈ സർവേ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇതിനോടകം ഇസ്രായേലിനുള്ള അമേരിക്കൻ ജനതയുടെ പിന്തുണ വലിയ തോതിൽ ഇടിഞ്ഞു. റിപ്പബ്ലിക്കന്മാരുടെ പിന്തുണ 71 നിന്ന് 64%, സ്വതന്ത്രരുടെ പിന്തുണ 47 നിന്ന് 29%, ഡെമോക്രാറ്റുകളുടെ പിന്തുണ 36% നിന്ന് 18% കുറഞ്ഞതായി സർവേ വ്യക്തമാക്കുന്നു. 5-ൽ 1 ഡെമോക്രാറ്റുകൾ മാത്രമാണ് ഇസ്രായേലിന്റെ ഈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നവർ. ഇസ്രായേൽ ആക്രമണത്തിനുള്ള പിന്തുണ പിൻവലിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ റിപ്പബ്ലിക്കന്മാരാണ്. അതേസമയം പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ട സർവേയിലും പോൾസ്റ്റർ ഗാലപ്പിന്റേതിന് സമാനമായി ചില ശ്രദ്ധേയമായ കണ്ടെത്തലുകളുണ്ട്. ഹമാസിന്റെ ആക്രമണത്തിനെതിരെ ഇസ്രായേൽ പ്രതികരിച്ച രീതി എതിർക്കുന്നവർ കൂടുതലും അമേരിക്കയിലെ മുസ്ലിം ജനങ്ങളും ചെറുപ്പക്കാരുമാണ്. പ്രായമായ ജനങ്ങളും ജൂത അമേരിക്കക്കാരും ഇസ്രായേൽ ആക്രമണത്തെ അതേസമയം പിന്തുണയ്ക്കുന്നുമുണ്ട്. പുതിയ വോട്ടെടുപ്പ് അനുസരിച്ച് ആകെ ജനസംഖ്യയുടെ 1/3 ഒരാൾ മാത്രം അമേരിക്കക്കാരാണ് ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ അംഗീകരിക്കുന്നത്. ഇസ്രായേലിനുള്ള സൈനിക പിന്തുണയേക്കാൾ കൂടുതൽ അമേരിക്കക്കാർ ഗസയിലെ ആളുകൾക്ക് മാനുഷിക സഹായം നൽകുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് മറ്റൊരു സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ മാർച്ച് 25-ന് UN രക്ഷാസമിതി പാസാക്കിയിരുന്നു. വ്രതമാസമായ റമദാനിൽ വെടിനിർത്താനും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെയും അടിയന്തരമായി വിട്ടയക്കാനുമാണ് പ്രമേയം ആവശ്യപ്പെട്ടത്. ഇസ്രായേലിന് അനുകൂലമായി ഇതുവരെയും തുടർന്ന നിലപാട് മാറ്റി US വീറ്റോ ചെയ്യാതെ വിട്ടുനിൽക്കുകയായിരുന്നു. ഇതോടെയാണ് 15 സ്ഥിരാംഗങ്ങളിൽ 14 പേരുടെയും പിന്തുണയോടെ ഗസ വെടിനിർത്തൽ പ്രമേയം ആദ്യമായി രക്ഷാസമിതി കടന്നത്. 5 മാസത്തിനിടെ ഗസയിൽ ഏതാണ്ട് 14,000-ഓളം കുട്ടികൾ ഉൾപ്പെടെ 32,000 പേരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 1,200-ലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥരും പറയുന്നു.